ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച വൻപയർ വിളയിച്ചതാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൻപയർ തുണിയിലൊന്നും കെട്ടിവെക്കാതെ ഇതുപോലെ അരിപ്പയിൽ എങ്ങനെയാണ് മുളപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വൻപയർ ഞാൻ ഒരു ദിവസം രാത്രി കുതിർത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ അത് കഴുകി ഇതുപോലൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും മുള ഇതുപോലെ വന്നു തുടങ്ങും. അങ്ങനെ മൂന്നാമത്തെ ദിവസം മുള വന്ന വൻപയറാണിത്. അപ്പോൾ നമ്മൾ മുളപ്പിച്ച വൻപയർ ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ ഒരു വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം ഊറ്റി കളയുന്നൊന്നുമില്ല. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെള്ളം ഇതുപോലെ കാണുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഊറ്റിക്കളയാവുന്നതാണ്. ഈ ഒരു വെള്ളം നമുക്കിനി ശർക്കരയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് വറ്റിക്കിട്ടും. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ വെള്ളമൊക്കെ നന്നായി വറ്റി ആ ശർക്കരയും തേങ്ങയും വൻപയറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ആ വെള്ളമൊക്കെ വറ്റി ആ വൻപയറിൻ്റെ ഒക്കെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുളപ്പിച്ച വൻപയർ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും സാധാരണയായിട്ട് മുളപ്പിച്ച പയറൊന്നും അധികം അങ്ങനെ കഴിക്കില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ മുളപ്പിച്ച ചെറുപയറും വൻപയറും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിച്ചോളും. സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്സാണിത്. അതുപോലെ മുതിർന്നവർക്കായാലും ഡിന്നറിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.